എടുക്കട്ടെ. ഹലോ അൻഷിഫ, എൻ്റെ പേര് റാംബോ എന്നാണ്. റാംബോ അറിയാമോ? അല്ല, നീ എന്തോ ഇൻസ്റ്റയിൽ എന്തോ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിരുന്നു. ഈ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാ. നീ എവിടെ ഈ സീൻ വിട്ടത്? നീയല്ലേ ഈ സീൻ തുടങ്ങിയത്? നീ എവിടെ പിന്നെ ഈ സീൻ പണ്ടേ വിട്ടത്? നമ്മളെ കൊണ്ട് തുടങ്ങിപ്പിക്കല്ലേ? അതിനൊരു എന്താ ഒരു ഭീഷണിയുടെ ഇത്? എന്താ കാര്യം? എന്താ? അല്ല നീ വലിയ ഇതിന്റെ സ്റ്റോറിയൊക്കെ ഇട്ടേക്കണല്ലോ. ഈ സീന് നീ വിട്ട? നീ എവിടെ ഈ സീൻ വിട്ടത്? പറയടാ. ലൈവിലാ. എന്തേ? അല്ല, നീ കുറെ കാര്യങ്ങൾ നീ കുറെ കുളച്ചല്ലോ. നിന്റെ ഒരു കമന്റ് ഞാൻ ഇന്നലെ കണ്ട്. ഈ MR സൈഡ് തൊപ്പി നായിന്റെ മക്കളെ മലപ്പുറത്ത് കിട്ടുമെന്ന് ഒരു കമന്റ് ഞാൻ ഇന്നലെ കണ്ട്. എന്താർത്ഥത്തിലാ നീ ആ കമന്റ് ഇട്ട? നീ ഇനി ഇട്ടോ? നിന്റെ വായിലൊരു കുത്ത് ഇനി നീ ഇട്ട, മനസ്സിലായ? പച്ചയ്ക്ക് തന്നെ പബ്ലിക്കായിട്ട് എന്താ നിന്റെ അടുത്ത് പറയണ? മൈരാന്ന് നീ നിന്റെ ഉപ്പയെ വിളിച്ചോ? ചിലപ്പോ നിന്റെ ഉപ്പ വിളിയേക്കോ, ഒരിക്കലും ഞാൻ വിളിയേക്കൂല. മനസ്സിലായ? നിന്റെ തന്തയെ നീ വിളി. മൈരാന്ന് നീ നിന്റെ തന്തയെ വിളി. നീ ഇവിടെ ഉള്ള ഒരുത്തരെ നീ വിളിക്കാൻ നിൽക്കണ്ട. മനസ്സിലായി? ഇവിടെ ഉള്ള ഒരുത്തരെ നീ വിളിക്കാൻ നിൽക്കണ്ട. നിന്റെ അടുത്ത് മര്യാദയ്ക്ക് കാര്യം ചോദിച്ചപ്പോൾ ആരാ ചീത്ത വിളിച്ചത്? നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. നിന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ ഓൾറെഡി വിളിച്ചടാ. എടാ, നിന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ ഓൾറെഡി വിളിച്ചടാ. അൻഷിഫ് മൂഞ്ചിക്കലെ, നിനക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്? മഞ്ഞ സർട്ടിഫിക്കറ്റാ. മഞ്ഞ സർട്ടിഫിക്കറ്റ് എവിടെന്നാ വാങ്ങിച്ച? മഞ്ഞ സർട്ടിഫിക്കറ്റ് നിന്റെ ഉണ്ടോന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത് പേടിച്ച് അട്ടത്തേറി ഇരിക്കുമെന്ന് നീ വിചാരിച്ചാടാ നായിന്റെ മോനെ? നീ വിചാരിച്ചാടാ നായിന്റെ മോനെ? നിനക്ക് മഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ച് അന്ന് മറ്റേ അട്ടത്തടിയിൽ കട്ടിലിന്റെ അടിയിൽ കയറി ഇരിക്കോ? പറയടാ. മോനിക്കലിനെ ഉണ്ടാക്കണ നോക്കിയാലേ? മോനിക്കൽ ആരടാ? ഏവനടാ മോനിക്കൽ? നീ ഏത് മോനിക്കലാണ്? നീ മോനിക്കലുടെ നീ മൂഞ്ചിക്കലാ. ഞരമ്പ് രോഗി. ഞരമ്പ് രോഗി. നിനക്കൊരു മഞ്ഞ സർട്ടിഫിക്കറ്റ്. നിനക്ക് ആരുടെ മഞ്ഞ സർട്ടിഫിക്കറ്റ് എന്താ? എന്തിനാ അടിയിട്ടത് രക്ഷപ്പെടാനുള്ള സാധനം നിന്റെ മഞ്ഞ സർട്ടിഫിക്കറ്റ്? ആണാടാ കാര്യം പറയടാ. നീ എന്താ പാട്ട് പറ? നീ കാര്യം പറയടാ. നമ്പർ വെച്ച് നീ ഉണ്ടാക്കടാ. നിന്നെ എന്റെ കഷത്തിന്റെ ഇടയിൽ വെച്ച് ഒരു അമുക്ക്. നിന്നെ കിട്ടിയോണ്ടല്ലോ എന്റെ കഷത്തിന്റെ ഇടയിൽ വെച്ച് ഒരു അമുക്ക്. അത്രേ ഉള്ളു. നീ ഒരു ഒറ്റ ഇടിക്കണ്ടാ. നീ ഇങ്ങനെ വെച്ചിട്ട് എന്റെ ഒറ്റ ഒരു ഇടി ഇടിച്ചോണ്ടല്ലോ അതിലുണ്ടാ. നീ ഈ ഒരു ഇടി നിന്റെ മുഖത്ത് എന്താണ്ടല്ല. നീ അവിടെ തീരോടാ. കോണ നിന്റെ വീട്ടില്. നീ നിന്റെ കൊണ അടിക്കേണ്ട. നീ നിന്റെ ഉപ്പയെടുത്ത് കൊണ അടിക്കണം. അല്ലാതെ ഇവിടെ ഉള്ള മറ്റേ MR സൈഡ് ഗ്യാങ് നായിന്റെ മക്കളെ ഈ മലപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ നീ അങ്ങ് ചെരച്ചളയോ? നിന്റെ ജോലി ചെരപ്പാ. നീ ഇവന്റെ ജോലി ചെരപ്പ. ഇവൻ പണ്ടേ ചെരപ്പിന്റെ ആളാ. എന്താടാ? എവിടെ വരായി? എടാ, നമ്മള് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? എവിടെ വരായി? ആരാ നിനക്ക് തന്തയുണ്ടാ? നിനക്ക് തന്തയുണ്ടാ? അയാളെ വിളിച്ചോണ്ട് നീ വാ. എന്നിട്ട് ഒരു 5 തവണ നമ്മളെ വീടിന്റെ മുറ്റത്ത് നീ കയറി ഇറങ്ങടാ. എന്താ? തന്നടാ. അവൻ തന്നെടാ എന്നെ ഉണ്ടാക്കിയത്. അതിനെന്ത്? നിനക്ക് കുഴപ്പമെന്ത്? നീ ഒരു കാര്യം ചെയ്യ്. നീ പോയിട്ട് ആ കുഞ്ഞമ്പാണ്ടിക്കാരുടെ ഷാജഹാന്റെ അണ്ടി വാങ്ങിയിട്ടോണ്ട് നട. നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ. മനസ്സിലായ? നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ. അല്ല നിന്നെ കൊണ്ട് ഒരു കൊണക്കും പറ്റുള്ളൂടാ. നായിന്റെ മോനെ കാര്യം പറയടാ. നീ കാര്യം പറ. നീ മലപ്പുറത്ത് നമ്മൾ വന്നാ നീ എന്തുണ്ടാക്കും? നീ മലപ്പുറത്ത് ഞാൻ വന്നാ നീ എന്നെ എന്തുണ്ടാക്കും? പറയടാ. മന്നക്കാരുടെ. നീ മന്നക്കാടല്ലേ? നീ ഞരമ്പായി. പറയടാ പറയടാ. നീയും നിന്റെ നായിന്റെ മക്കള് എന്ത് കളി? നിന്നെ പോലെ തന്തയ്ക്ക് ഇറക്കാത്ത കളികളുടെ കളിക്കണ. അന്തസ്സായിട്ട് അധ്വാനിച്ചുണ്ടാവും നമ്മളെ നോക്കണത്. കേട്ടേ? അന്തസ്സായിട്ട് അവൻ അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മളെ നോക്കണത്. അല്ല നിന്നെ പോലെ മറ്റേ പോത്തിന്റെ അപ്പനെ ഒന്നും പിടിച്ച് കൂടെ ഇരുത്തിയിട്ടല്ല നോക്കണം. മനസ്സിലായ? നീ ഒരു കാര്യം ചെയ്യും. നിനക്ക് പറഞ്ഞിട്ടുള്ള ഒരു പണിയേ ഉള്ളൂ. ആടായിട്ടാണ് വിളിക്കണത്. നീ ആടായിട്ടാണോ ഞാൻ നിന്നെ വിളിക്കണത്? നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ മറ്റേ കമന്റിൽ 4 അക്ഷരത്തിൽ ഉണ്ടാക്കി ഇട്ടല്ലോ.
ഇട്ടല്ലോ, നീ കമന്റിൽ 4 അക്ഷരത്തിൽ നീ ഉണ്ടാക്കിയിട്ടല്ലോ എന്നെ അങ്ങ് ചെരക്കോന്ന് നീ ഉണ്ടാക്കിയിട്ടല്ലോ. ചെരക്കടാ കുണ്ണ നീ. ആ പോടാ പോലെയാണ് ഇവ. എന്തടാ ഇവ ആണല്ലേടാ, ഇവര് ആണുങ്ങളെ പോലെ ഒരു സംസാരിക്കാൻ അറിഞ്ഞൂടാ. എടാ സംസാരിക്കടാ. എന്നിട്ട് എന്നെ ഉണ്ടാക്കിയ നേരം കൊണ്ട് നിന്റെ വീട്ടിലോട്ട് വരാനാ? വേണ്ട, എൻ്റെ അച്ഛൻ നല്ലൊരു വ്യക്തിയാണ്, അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. നിന്റെ വീട്ടിൽ വന്നിട്ട് എന്തുണ്ടാക്കാനാ? നിന്നെ പോലത്തെ ഒരു ഭ്രാന്തനെ ഉണ്ടാക്കി ഇറക്കാനാ? എടാ ഞരമ്പ നീ കാര്യം പറയടാ. നീ കാര്യം പറയടാ ഞരമ്പ. എന്തോ ചോദിക്കണം? നിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പോയിട്ട് തൊപ്പിയെടുത്ത് ചോദിക്കണോ? നിന്റെ തന്ത ആരാണെന്ന് ഞാൻ എന്തിനാ അവൻ്റെ അടുത്ത് ചോദിക്കണം? നിനക്കറിഞ്ഞൂടെ നിന്റെ തന്ത ആരാണെന്ന്? ഞാൻ എന്തിനാ അവനോട് ചോദിക്കുന്ന? നീ പറ. എന്താ മോനെ? ഉപ്പാന്റെ പേരെന്താ? ഉപ്പാന്റെ പേരെന്താടാ നായിന്റെ മോനെ? ഉപ്പാന്റെ പേരെന്താടാ നായിന്റെ മോനെ? പേര് പറയടാ. അയ്യേ, എന്റെ അടുത്ത് ചോദിച്ചു. എടാ നമ്മളടുത്ത് ചോദിച്ചാൽ നമ്മൾ പറയും. നീ പേര് പറയടാ. എന്താ പേര് പറയാ? പേരില്ലേ ഇത്? എന്താ ഒരാളടുത്ത് 1 തവണ നോക്കിയാൽ 2 തവണ നോക്കിയാൽ 3 തവണ നോക്കിയാൽ 4 തവണ നോക്കിയാൽ ഇവന്റെ അടുത്ത് 10 വട്ടം ചോദിച്ചിട്ട് ഇവൻ പറയണല്ല. എന്താ എനിക്കുണ്ടാ? നിനക്ക് തെളിയിക്കേണ്ട കാര്യം എന്തിനാ? നിനക്ക് തെളിയിക്കണം. നിന്റെ തന്തയുടെ പേര് വെച്ചിട്ട് നീ ഇത്രയും നേരമായിട്ട് പറഞ്ഞ. എടാ ചുമ പറഞ്ഞു. നീ കുറച്ച് കാര്യം പറഞ്ഞു. നീ ഒരു പാട്ട് പഠിക്ക. നീ ഒരു പാട്ട് പഠിക്ക. ബാബാ റെഡി. നീ ബാ റെഡി. ഒറ്റയ്ക്ക് നീ നേരിട്ട് പറഞ്ഞ. ഒറ്റയ്ക്ക് നീ പറഞ്ഞ. നീ വാ. ഞാൻ റെഡി മുത്തേ. ഒറ്റയ്ക്ക് ബാ. ഒറ്റയ്ക്ക് നീ എന്തിനാ തന്തയ്ക്ക് പറയണേ? നിനക്ക് ഇല്ലാത്ത എല്ലാം നീ വിളിച്ചു പറയോ? എടാ റെഡിയാടാ അൻഷിപ്പേ. ഒറ്റയ്ക്ക് റെഡിയാടാ അൻഷിപ്പേ. റെഡിയാ നീ വാടാ. എടാ വാടാ അൻഷിപ്പേ. റെഡിയാടാ. മയിലേ വാടാ. റെഡിയാടാ. എവിടെ ഇറങ്ങി നിൽക്കാടാ? വാടാ. എങ്ങോട്ട്? കാലിന്റെ ഇടയിലോട്ടാടാ കുണ്ണ. ഇങ്ങോട്ട് വാടാ മയിലേ. എന്റെ അണ്ടി ഇരിക്കണ ഇവിടെ. ഈ അണ്ടിക്ക് ഉറപ്പുണ്ട്. നീ വാടാ മയിലേ ഇങ്ങോട്ട്. നീ എന്തിനാ കുണ്ണ തന്തയ്ക്ക് പറയണ? നിനക്ക് ഇല്ലാത്ത സാധനമൊക്കെ നീ വിളിച്ചോളണം മയിലേ. ഇവിടെ ഒരു സാധനമുണ്ട്, നീ കാണണമെങ്കിൽ കണ്ടോ. ഇവിടെ ഒരു സാധനമുണ്ട്, മനസ്സിലായ? ഇതിന് നല്ല ഉറപ്പുള്ളിടത്തോളം കാലം ഒരു കുണ്ണയുടെ ഫ്രണ്ടിലും കുരുതിക്കാൻ പറ്റൂല, മനസ്സിലായ? നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ വാടാ മയിലേ. ആരെ നല്ല അടിച്ചു പൊട്ടിക്കും. അതിനെ അടിച്ചു പൊട്ടിക്കാൻ കൈ പൊക്കണതിന് മുമ്പ് നിന്റെ കഴുത്ത് വെട്ടി ഞാൻ താഴെ വെക്കും, മനസ്സിലായ? നീ ആളും തരം ആലോചിച്ച് കളി, മനസ്സിലായ? ഈ കോമാളി വയസ്സ് കണ്ടതിന് മുമ്പേ ഒരു കാലം ഉണ്ടായിരുന്ന കുണ്ണെ. നിനക്ക് അറിയാമോടാ മയിലേ? നീ എന്നെ കളിപ്പിക്കാൻ പറഞ്ഞാടാ കുണ്ണെ. ഈ നായിന്റെ എടാ നീ ഒന്ന് വീഡിയോ കോൾ ചെയ്തേ. നിന്റെ ആ കൊട്ട പോലത്തെ മോഹൻ ഞാൻ ഒന്ന് കാട്ടെ. നീ ഒന്ന് വീഡിയോ കോൾ ചെയ്തേ. പെട്ടെന്നൊന്ന് നീ ഒന്ന് വീഡിയോ കോൾ ചെയ്തേ. വിളി. ഇതെന്താ ഇവ തന്തയ്ക്ക്? ഇവന് വേറെ ഒരു ഇത് പറഞ്ഞൂടാ. ഇവര് ഒന്നും പറഞ്ഞ വിളിയടാ. വീഡിയോ കോൾ വിളി. അൻഷിപ്പേ പെട്ടെന്ന് വീഡിയോ കോൾ വിളി. ഉപ്പാനെ പെട്ടെന്ന് വീഡിയോ കോൾ വിളി. മന്നക്കാട് എവിടെ? അൻഷി മൂഞ്ചിക്കല. എടാ വാടാ മൂഞ്ചിക്കല. നീ ഒന്ന് വാട. എനിക്ക് നിന്നൊന്ന് കാണണം. നീ ഒന്ന് വാട കുട്ടാ. നിനക്ക് എന്തുവാണെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. ഒറ്റക്കൊറ്റയ്ക്ക് നീ ഉണ്ടോ? എനിക്ക് ഇത്രേ ഉള്ളൂ. ഒറ്റക്കൊറ്റയ്ക്ക് നീ ഉണ്ടോ? നീ വിളിക്കുന്നിടത്ത് ഞാൻ എന്തിനു പറഞ്ഞത്? അല്ല പിന്നെ ഞാൻ നിന്റെ തന്ത. ഞാൻ വിളിക്കുന്നിടത്തോട്ട് നീ വരാ. നിന്റെ തന്ത പറയണത് നീ കേൾക്കൂല. അപ്പൊ ഞാൻ പറയും നീ വാ കൊച്ചിയിലോട്ട് വാ. ഒറ്റക്കൊറ്റയ്ക്ക് വാ. എന്റെ രാവിലെ 5 മണിക്ക് ഉറങ്ങിക്കിടക്കുമ്പം വരല്ലേ? എന്റെ പൊന്നുമോൻ രാവിലെ 5 മണിക്ക് ഉറങ്ങിക്കിടക്കുമ്പം വരല്ലേ? പുറത്തോട്ട് പോകുമ്പം വരല്ലേ? 5 മിനിറ്റ് വണ്ടി വളച്ചിട്ടിട്ട് അകത്ത് കയറി അടിക്കാൻ വരല്ലേ? എന്റെ പൊന്നുമോ ഒന്ന് പെട്ടെന്ന് വന്നേ. എന്റെ പൊന്നുമോ ഒന്ന് പെട്ടെന്ന് വാ. പെട്ടെന്ന് പറഞ്ഞ വരുമ്പോ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ പറഞ്ഞത് പാണ്ടിക്കാട് വഴിയാണെങ്കിൽ നിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടല്ലോ, പാണ്ടിക്കാടിനെ വിളിച്ചോ. എല്ലാരെയും വിളിച്ചോ. ബാ പെട്ടെന്നോ. എന്തേ? അല്ല പിന്നെന്താ? നീ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ ഒന്ന് നിന്റെ അങ്ങോട്ടൊന്ന് പോയിരുന്നു.
തല 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 എടാ 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 അല്ല നീയല്ലേ പറഞ്ഞ അതെല്ലാം സ്ക്രിപ്റ്റ്, അതെല്ലാം നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള സ്ക്രിപ്റ്റ് എന്നല്ലേ നീ പറഞ്ഞു. ഇപ്പൊ എന്താ തിരുത്തി പറയണേ? അത് സ്ക്രിപ്റ്റ് അല്ലേ അൻഷിഫേ? തൊപ്പിയോട് നീ അത് സ്ക്രിപ്റ്റ് അല്ലേ അൻഷിഫേ? നീ അത് അങ്ങനെയല്ലേ പറഞ്ഞ? ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാം സ്ക്രിപ്റ്റാ, ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാം സ്ക്രിപ്റ്റാന്നല്ലേ അൻഷിഫേ നീ പറഞ്ഞത്? അങ്ങനെയല്ലേ അൻഷിഫേ നീ പറഞ്ഞത്? ഇപ്പൊ എന്താ അൻഷിഫേ ജനൽ വഴി എത്തി നോക്കി കള്ളത്തരം പറയണേ? ഇത് സ്ക്രിപ്റ്റ് അല്ലേ അൻഷിഫേ? നീ എന്താ ഇപ്പൊ മാറ്റി പറയണത്? നീ അന്ന് ഇങ്ങനെയല്ലേ അൻഷിഫേ പറഞ്ഞത്? അൻഷിഫേ നീ അന്ന് അങ്ങനെയല്ലല്ലോ അൻഷിഫേ പറഞ്ഞത്. നീ പറഞ്ഞത് ഇതെല്ലാം സ്ക്രിപ്റ്റ് എന്നല്ലേ അൻഷിഫേ പറഞ്ഞത്? എന്ത് മൈര? എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ, സമാധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സമാധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നീ വേണമെങ്കിൽ എൻ്റെ കാല് പിടിക്കുക, എൻ്റെ ഒരു കുണ്ണേലൊരു പിടിയും പിടിച്ചാൽ ഞാൻ നിന്നെ വിടാം. വെറുതെ വിടാം മോനെ, ഞാൻ വെറുതെ വിടുക അൻഷിഫേ. അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ വെറുതെ വിടുവേ. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഞാൻ വെറുതെ വിടുവേ. അതിന്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല അൻഷിഫേ. ഉറപ്പാ അൻഷിഫേ, എന്റെ കാല് പിടിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടാം അൻഷിഫേ. ഏടാ ഞരമ്പാ, ആർക്ക് പേടി? ഇത് പറയണ മറ്റേ മൂഞ്ചിക്കലല്ലടാ പറയണ. ഇത് പറയണ ഞാനാടാ വൈര. ഇത് പറയണ ഞാനാ, മൂഞ്ചിക്കലല്ലടാ. ഇത് പറയണ ഞാനാടാ വൈര. എന്തോ എന്താ മോനെ? അൻഷിപ്പൂനിക്കലിനെ നേരിട്ട് വന്നാ ഇട്ടുതരുമോ? നേരിട്ട് വന്ന അൻഷിപ്പൂനിക്കൽ ഇട്ടുതരുമോ? എങ്കിൽ ഞാൻ നേരിട്ട് വരാടാ. പറഞ്ഞോ ഞാൻ പറഞ്ഞോ. അൻഷിപ്പൂനിക്കലിന്റെ അടുത്ത് ഞാൻ നേരിട്ട് വന്ന അൻഷിപ്പൂനിക്കൽ എനിക്ക് ഇട്ടുതരുമോ? ആ എന്ത് 10 റാമ്പ്? എടാ ഒരു ഒറ്റ കൊട്ട് നിന്റെ തലയിൽ ഒരു ഒറ്റ അടി, നീ അവിടെ ബോധം കെട്ട് വീഴും. മനസ്സിലായ? ഒരു ഒറ്റ അടി, നീ അവിടെ ബോധം കെട്ട് വീഴും. നീ ആലോചിച്ച് സംസാരി. നീ എവിടെ വരെ എൻ്റെ അടുത്ത് പറയണ? ഒരു ഒറ്റ കൊട്ട് താണ്ട ഇങ്ങനെ. ഞാൻ ഇത്ര ഇതിലൊന്നും കൊട്ടുള്ളതാ. ഇങ്ങനെ ഒരു കൊട്ടും ഇങ്ങനെ ഒരു അടി, അത് മതി നിനക്ക്. ഇതൊക്കെ ഭയങ്കര ഇതാണ് അൻഷിഫേ. നിന്റെ ഈ പ്രഹസനം ഉണ്ടല്ലോ, നീ ഒരിക്കലും എന്റെ ഫ്രണ്ടിൽ വരൂലെന്ന് വിചാരിച്ച് നീ ഉണ്ടാക്കണ ഈ പ്രഹസനം ഉണ്ടല്ലോ അൻഷിഫേ, നടക്കൂല അൻഷിഫേ. നമ്മള് ഒരുപാട് അവിടെ മലപ്പുറത്ത് പറഞ്ഞിട്ടാ, ഞാൻ പറഞ്ഞിട്ടാ മലപ്പുറത്ത്. നീയൊക്കെ ഏതിന്റെ അടിയിലാ പോയി കിടക്കണത്? സ്വന്തമായിട്ട് പറയണ്ടേ? ഇത് അടിച്ചുപറിക്കല് കിങ്ങാടാ. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ പറ്റുമെന്നുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ പറഞ്ഞ ഭരണാടാ നീ. എവിടെ കാലിന്റെ ഇടയിലോട്ടാ നീ? ബാടാ കാലിന്റെ ഇടയിലോട്ട് വന്ന് കയറ്. കാലിന്റെ ഇടയിൽ നീ വരുമ്പോ ഒരു ഒറ്റ നെരിക്ക് നക്കെന്നൊരു സൗണ്ട് കേൾക്ക്. നീ തീരെയും ചെയ്യും. പെട്ടെന്ന് വന്ന് കയറാ മൂഞ്ചിക്കലേ. ബാടാ വരുമ്പോ നിന്റെ മഞ്ഞക്കാർഡും കൂടെ എടുക്കണം കേട്ടാ. എത്രയും പെട്ടെന്ന് കൊണ്ടുപോവാ. മഞ്ഞക്കാർഡ് കൊണ്ടുവരണേ കുട്ടാ. മഞ്ഞക്കാർഡ് കൊണ്ടുവരാതെ ഒന്നും നടക്കൂലേ. പിന്നെ നിനക്ക് ഞരമ്പന് മറ്റേ ദുബായിന്ന് ഞരമ്പന് കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ. ദുബായിന്ന് ഞരമ്പന കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ. ദുബായിന്ന് ഞരമ്പന കിട്ടിയ നിനക്കൊരു സാധനം ഉണ്ടല്ലോ. അതും കൂടെ കൊണ്ടുപോടാ. വെച്ച് മോനെ വെച്ച് മൂഞ്ചിക്കല് വെച്ച് ഇവനെ എനിക്ക് ഇങ്ങനെ ഒന്നും കിട്ടിയ പോലെ എനിക്ക് ഇനിയും വേണം ഈ നായിന്റെ മോനെ. ഇവനെ എനിക്ക് വെള്ളം എടുത്തോ. ഇവനെനിക്ക് വേണോടാ. ഇവനെ എന്താ വിളിത്തോന്ന്? എന്ത് അമ്മയെ വിളിച്ചു അവൻ. ഒരു മിനിറ്റ്. ബിസി. ഇവന്റെ അച്ഛനെ വിളിച്ചോണ്ടിരിക്കും. വിളിക്കാം. അമ്മയെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുത്തേ
കൊടുക്കാനുള്ള കൊടുത്തിരിക്കും. ധൈര്യമായിട്ടിരി. വെയിറ്റ് ആക്ക്. ഇവൻ ബിസി. ഈ കോൾഡ് യുവർ മം. കൊടുക്കാം. ഇവ ആര് ഈ കൊണയെ? ഇവ എന്ത്? ഇവ മറ്റേ മലപ്പുറത്തെ മറ്റവരാ. നിക്ക് വെയിറ്റ് ആക്ക്. നായിൻ്റെ മോൻ കുറെ നാളായി ഇവൻ കിട്ടാൻ കാത്തിരിക്കണം. എന്താ ബിസി? ആരെയാ വിളിച്ചോണ്ട്? ബ്ലോക്ക് ആക്കിയാ. എന്തിനാ ബ്ലോക്ക് ആക്കണേ? വെയിറ്റ് ആക്ക്. വാട്സപ്പ് ഉണ്ടല്ലോ. വെയിറ്റ് ആക്ക്. അമ്മയെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കും. ഉണ്ട്. വാട്സപ്പ് ഉണ്ട്. അൻഷിഫ് മൂനിക്കൽ. വെയിറ്റ്. അൻഷിഫ് നമ്പറിൽ ഇവന്റെയൊക്കെ നമ്പർ ലീക്കായ ആർക്കെന്ത് ചെയ്ത ആർക്കെന്ത് ഗുണം? ഇവന്റെ നമ്പർ ലീക്കായ ആർക്കെന്ത് ചെയ്ത ആർക്കെന്ത് ഗുണം? നിങ്ങൾ പറ. ഇവന്റെ നമ്പർ ലീക്കായ എന്താ കുഴപ്പം? എന്താ രാംബോ നമ്പർ ലീക്കഡ്? എന്റെ നമ്പറൊന്നും ഇല്ല മുത്ത. എന്റെ നമ്പർ ലീക്കായാലും കുഴപ്പമില്ല. കട്ട് ചെയ്തു. എനിക്ക് ഇവനെ വിളിക്കണോടാ. ഇവ അമ്മയെ വിളിച്ചല്ലേ? വെയിറ്റ് ആക്ക്. എടാ ടൈം ഇതിൽ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഡവാൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഇതിൽ കൂടെ വിളിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ? ഡവാൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ കൂടെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ഇത് ഊരുമ്പോഴത്തേക്ക് യഥാർത്ഥ സമയം വരും. വിളിച്ച് ഫോണിൽ വിളിച്ച് മൂഞ്ചിക്കൽ വിളിച്ചിട്ടുണ്ട്. ഓ ബിസി. ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചാണ്ടാ. ഇതെന്താ സ്ക്രീൻ കണ്ടുകൂടാ? ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഇപ്പം വിളിക്കും. വെയിറ്റ് ആക്ക്. വി ആർ വിത്ത് യു ബ്രദർ. ലവ് യു ബ്രദർ. അല്ലടാ ഇവന് കൊടുക്കണോടാ. നിങ്ങൾ എന്താ പറയണ? എത്ര നാളത്തെ ഇതെന്നറിയാമോ? അവന്റെ മലപ്പുറത്ത് വന്ന് അവൻ MRC ഗ്യാങ്ങിനെ മൊത്തം അങ്ങോട്ട് അവൻ ഇങ്ങനെ ചുരുട്ടി അങ്ങ് ഒരൊറ്റ ഇടി ഇവന്റെ നെഞ്ചില്. വെടുക്കള്ളടാ. ഇവൻ ബിസി. ബ്ലോക്ക് ഒക്കെ ഇട്ടെന്ന് തോന്നണ്ടാ. എന്റെ മറ്റേ ഫോൺ അവിടെ. പക്ഷെ ഇത് വിളിച്ചാൽ കിട്ടൂലല്ലോ. എടുക്കുന്നില്ലല്ലോ. അതാ വിളിക്കുന്നത്. ഹലോ പറടാ. പൂറാ പറ. തള്ളക്ക് വിളിക്കാൻ നീ ആരുടെ കുണ്ണേ? തള്ളക്ക് വിളിക്കാൻ നീ ആരുടെ കുണ്ണേ? എന്ത് സപ്പോർട്ടിന് ആളില്ലാത്തോണ്ട് 3 കൂടെ കൊണ്ടുവന്ന? സപ്പോർട്ടിന് ആളില്ലാത്തോണ്ട് വാടകയ്ക്ക് 3 എടുത്തോണ്ട് വന്ന? എടാ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിറാ. കാക്ക കൂട്ടത്തിൽ കല്ലെറിന് കണക്ക് ചിലത് കിടക്കാതെ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിറ. ആണുങ്ങളെ പോലെ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിറ. നീ എന്ത് 10 കൂട്ടു വിളിച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റോളാ? 10 പേര് വേണോ? നിന്റെ ബാക്കി 10 പേര് വേണോടാ? 10 പേര് വേണോടാ? നിനക്ക് ഒറ്റയ്ക്ക് സംസാരിറാ. ആണുങ്ങളെ പോലെ ഒറ്റയ്ക്ക് സംസാരിറാ. നിനക്കത് 10 പേരുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റോളാ? ഒറ്റയ്ക്ക് വാടാ. 10 പേരെ കൂട്ടി അവൻ പോയി വീട്ടിന്റെ വാതിലുടങ്ങി വെടിയിറങ്ങി ശുക്കൂറെ, ഹംസ, മുഹമ്മദ്, ഇബ്രാഹിം കുട്ടി എല്ലാരും നമുക്ക് സംസാരിക്കാം. ചീത്ത വിളിക്കാനെന്നും പറഞ്ഞ് 1000 രൂപയ്ക്ക് 5 ജൂനിയർ ആർട്ടിസ്റ്റിനെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. 1000 രൂപ കൊടുത്ത് 5 ജൂനിയർ ആർട്ടിസ്റ്റിനെ ചീത്ത വിളിക്കാനായിട്ട് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. പറമോനെ കണ്ട. ഇവന്റെ സംസ്കാരം ഇത്രയേ ഉള്ളൂ. തള്ളക്ക് വിളിക്കുന്നതാണ് ഇവന്റെ സംസ്കാരം. നമുക്ക് അങ്ങനത്തെ സംസ്കാരം കുറഞ്ഞ ഇതൊന്നും നമുക്കില്ല. തള്ളക്ക് വിളിക്കാനൊന്നും നമ്മൾ നിൽക്കൂല. ആരെയും തള്ളക്ക് വിളിക്കാൻ നിൽക്കൂല. മനസ്സിലായി? നീ 50 തള്ളക്ക് വിളിച്ചാലും തിരിച്ച് നിന്നെ തള്ളക്ക് വിളിക്കാൻ ശരത്ത് നിൽക്കൂല. ശരത്തിന്റെ കൈ നിന്നെ കിട്ടണേ നിന്റെ മൂക്കിടിച്ച് പൊട്ടിക്കും. ഓരോ തള്ളക്ക് വിളിക്കും നിന്റെ ഓരോ ഭാഗമായിട്ട് ഞാൻ ഇടിച്ച് പൊളിക്കും. മനസ്സിലായ? നല്ല പാട്ട് കേക്കട്ടെ. പറ.
കേറുവാ. മുത്തേ ഇത് ലൈവ് എന്റർടൈൻമെന്റ് ആണ്. ലൈവ് ഏതാണ്ട് നല്ല പാട്ട് പറഞ്ഞുകൊണ്ട് ലൈവ് എന്റർടൈൻമെന്റ്. അടുത്ത വിളിയടാ തള്ളക്ക് വിളിയടാ. നിന്നെ കൈ കിട്ടുമ്പം അൻഷിഫേ നീ ഒരു കാര്യം ആലോചിച്ചോ, തള്ളക്ക് വിളിക്കണേന് നിന്നെ കൈ കിട്ടുമ്പം ഓരോ ഇടിക്കും നീ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ മുലപ്പാൽ ഞാൻ തുപ്പിക്കും. തള്ളയുടെ വരെ എന്താണെന്ന് ഞാൻ നിന്നെ അറിയിക്കും. മനസ്സിലായ? നിന്റെ തള്ളയുടെ മുലപ്പാൽ നീ കുടിച്ചിട്ട് ഓരോ ഇടിക്കും ഞാൻ തുപ്പിക്കും. നീ തള്ളക്ക് വിളിക്കണ ഉള്ള സോങ് കാണിറ. തള്ളക്ക് വിളിക്കുമ്പോ നീ ഉള്ള സോങ് കാണിച്ച് വിളിയടാ ഉള്ള സോങ് കാണിറ. അപ്പുറത്തുള്ള 10 എണ്ണത്തിനെ വിളിച്ചോണ്ട് വന്ന് അവൻ ഒരുമിച്ച് നിന്ന് പവർ കാണിക്കണ. വിളിയടാ ഒറ്റയ്ക്ക് വാടാ മൂഞ്ചിക്കലെ, ഒറ്റയ്ക്ക് വാടാ ഞരമ്പ, ഒറ്റയ്ക്ക് വാടാ. നീ വിളിക്കണ സ്ഥലം, നീ പറയണ, നീ കൊച്ചിയിൽ നീ പറയണ സ്ഥലം ഒറ്റയ്ക്ക് റെഡി. നീ വർണ്ണ എനിക്ക് അത്രയും കേട്ടത്, എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. നീ വർണ്ണ ഇതെന്താ ഗാനപ്പാട്ട് സംഘഗാനോ? ആരൊക്കെ പറഞ്ഞു? നീ നിന്റെ അച്ഛനും കൂടെ ഇരുന്ന് പറഞ്ഞത്. അൻഷിഫിന്റെ അച്ഛന്റെ സംഘഗാനം നടപ്പുണ്ട്. ഇതാണ് പൂജ മുത്തേ, ഇതാണ് പൂജ. സംഘഗാനം നടപ്പുണ്ട്. മനസ്സിലായ? ഈ ക്യാമറ നേരെ വെച്ച് അവനെ ക്യാമറ നേരെ വെച്ച്. ഈ പറയണേന് അൻഷിഫേ, ഈ പറയണേന് നിനക്ക് കിട്ടും മോനെ. മനസ്സിലായ? ഈ പറയണേന് നിനക്ക് കിട്ടും. അന്ന് നിനക്ക് ഒരു വിട്ടുവീഴ്ച ഇതിന് നിനക്ക് കാണൂല. കട്ട് ചെയ്ത് ഇതെന്താ ചരിഞ്ഞിരിക്കണം? ക്യാമറ ചരിഞ്ഞിരിക്കണം. ഇല്ല കുറച്ചും കൂടെ എവിടാ? മതി. എന്താ ഇവ സംഘകാരം? മുത്തേ തള്ളക്ക് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം. ഒരുത്തൻ നിങ്ങളെ തള്ളക്ക് വിളിച്ചിട്ടുണ്ട്. കൂട്ടുകാരന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുക, കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു ബന്ധവും ഇല്ലാത്ത ഒരുത്തൻ നിങ്ങളെ തള്ളക്ക് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സ് കിട്ടുമ്പോൾ പൊട്ടിക്കും. കിട്ടണ ഓരോ ഇടിയും കൊടുക്കണം. ഓരോ ഇടിക്കും അവനെ കൊണ്ട് വിളിപ്പിക്കണം. അമ്മയെന്ന് വിളിപ്പിക്കണം. ആ രീതിയിൽ അവന് കൊടുക്കണം. ഞാൻ കൊടുത്തിരിക്കും. ഇത് എൻ്റെ വാക്കാണ്. ഈ നായിൻ്റെ മോനെ എൻ്റെ കൈ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും മുത്തേ, ഞാൻ കൊടുത്തിരിക്കും. നിങ്ങൾ വെയിറ്റ് ആക്ക്. ഇവ എടുക്കൂലല്ലോ, ഇവൻ കട്ട് ചെയ്ത് എടുക്കൂലല്ലോ. വിളിക്കട്ടെ. 1v10 പവർ ഓഫ് ട്രിവാൻഡ്രം. ഇത് പവറും ഇതൊന്നും അല്ല. അമ്മയ്ക്ക് വിളിച്ചാൽ കൊടുക്കണോടാ മുത്തേ, അമ്മയ്ക്ക് വിളിച്ചാൽ കൊടുക്കണം. മനസ്സിലായ? അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല. തള്ളയ്ക്ക് ആര് വിളിച്ചാലും അടിക്കണം. അതിന് വേറെ ഒരു സംസാരവും ഇല്ല. ഇവനെ കിട്ടാതെ എവിടെ പോകണം? മലപ്പുറത്ത് ഇവന്റെ കുറച്ച് ലിമിറ്റേഷൻസും കുറച്ച് റെസ്ട്രിക്ഷൻ, ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ടാ. അത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ നായിന്റെ മോനെ ഇന്നവന്റെ വീട്ടിൽ കയറി ഞാൻ പണിയാനെ. മനസ്സിലായ? അതിനെനിക്ക് ഒരു പേടി ഒരുത്തനും എടുത്തുമില്ല. എനിക്ക് അത്രയ്ക്ക് എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് മുത്തേ. എനിക്ക് ചാടിക്കയറി ഒരു ഇതുണ്ടാക്കിയിട്ട് ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഈ കൂടെ നിൽക്കുന്ന ഇത്ര എണ്ണത്തിന് എനിക്ക് ഇതാക്കാൻ പറ്റൂല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് അവനെ വീട്ടിൽ കയറി ഞാൻ അവനെ പണിയാനെ. എനിക്ക് അതിന് ഒരു പേടിയില്ല. ഈ നായിന്റെ മോനെ പിന്നെ കിട്ടാതെ എവിടെ പോണ? വണ്ടി എടുക്കണം മോനെ, വണ്ടി എടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ നിങ്ങൾ പറയണക്കല്ലട്ടാ, കുറച്ച് കാര്യങ്ങളുണ്ടോ. ഞാൻ ഒരാൾ ഇന്ന് ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരാൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് ഇതെനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഈ പ്രശ്നം നടക്കുമ്പോൾ എനിക്ക് ചെയ്യാമായിരുന്നു. ഇത് എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ബാക്കി ഈ വീട്ടിൽ നിൽക്കുന്ന ഇത്രയും വേറെ കാര്യം എനിക്ക് നോക്കണം. മനസ്സിലായ? ഞാൻ ഒരുത്തൻ കാരണം ഇവന്മാരെ ആരെയും ഉമ്പിക്കാൻ എനിക്ക് പറ്റൂല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാല, ഇവനെ എന്നെ കണ്ണിൻ്റെ മുന്നിൽ കിട്ടിയാലും അന്ന് ഇവനെ ഞാൻ തീർക്കും. അന്ന് ഇവനെ ഞാൻ കൊല്ലോ. അങ്ങനെ ഒന്നും ഉള്ള ഭീഷണിയല്ല മോനെ. ഇപ്പം വിളിച്ച ഓരോ വിളിക്കും ഞാൻ കാണിക്കാം. വെയിറ്റ് ആക്ക്. ഇതെന്താ അവൻ 10 വരെ കൂടി ഒപ്പിക്കാൻ പോയിരിക്കണ്. അടുത്ത 5 പേരെയും കൂടെ വിളിക്കാൻ പോയിരിക്കണം. അല്ല വേറെ ഒന്നുമില്ല. അടുത്ത 5 പേരെയും കൂടെ വിളിക്കാൻ പോയിരിക്കണം. മല്ലു ട്രാവലർ കമ്മിങ്. റൈഡിങ് ഗിയേഴ്സ് ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് ദുബായിൽ നിന്ന്. ഇപ്പം മലപ്പുറം ഫുൾ സപ്പോർട്ട്. സ്ക്രിപ്റ്റ് എന്ത് സ്ക്രിപ്റ്റടാ ഈ നായിൻ്റെ മോൻ്റെ അടുത്തൊക്കെ? എന്ത് സ്ക്രിപ്റ്റ്? ഇവൻ്റെ കൂടെയൊക്കെ സ്ക്രിപ്റ്റ് പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ? എന്ത് സ്ക്രിപ്റ്റ്?
ഇവൻ്റെ അടുത്തൊക്കെ ചെയ്തിട്ട് ഒരു മൈരും ഇല്ല. ഇവൻ്റെ അടുത്തൊക്കെ സ്ക്രിപ്റ്റാ. എന്ത് സ്ക്രിപ്റ്റ് ഇവനൊക്കെ ഇടിച്ച് പൊളിച്ച് കളബ്രോ. പൊളിക്കോടാ, പൊളിച്ചിരിക്കും. ഞാൻ പറയല്ലേ, പൊളിച്ചിരിക്കും. എനിക്ക് ഇവിടെ നിന്ന് പുറത്താൻ വേണ്ടി വന്നാലും ഞാൻ ശരിയില്ല. തള്ളക്കി വിളിച്ചതിന് ഇടിച്ച് പൊളിച്ചിരിക്കും. അതിൽ ഒരു ഇതുമില്ല. കൊലവിളിക്ക് കേസ് വരും. കാം ഡൗൺ. എന്ത് കൊലവിളി? എൻ്റെ തള്ളക്കി വിളിച്ചവൻ്റെ അടുത്ത് കൊലവിളിക്ക് കേസ് വരുമെന്നോ? വരട്ടെ, അന്തസ്സായിട്ട് പോയി കിടക്കും. അന്തസ്സായിട്ട് അകത്ത് പോയി കിടക്കും. ഒരു കുഴപ്പമില്ല. നീ അവനെ ഫോളോ ചെയ്ത് എന്തിനാണെന്നറിയാലോ. ഇപ്പോൾ കോൾ വിളിക്കാൻ വേണ്ടി ഫോളോ ചെയ്താൽ കോൾ വിളിക്കാൻ പറ്റുമെന്ന് ആരോ പറഞ്ഞു. അതുകൊണ്ട് ഫോളോ ചെയ്താൽ ഇപ്പം അൺഫോളോ ആക്കാം. ഇവിടെ അൺഫോളോ ആക്കിയിട്ടുണ്ട്. ഫുൾ സപ്പോർട്ട് റാംബോ. മുത്തേ ഇതൊക്കെ കൊടുക്കേണ്ട കാര്യമാണ്. മലപ്പുറം പബ്ലിക് ഇല്ല മുത്തേ നമ്മൾ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഏറ്റവും കൂടുതൽ ഇനാഗ്രേഷനൊക്കെ ഈ അവസാന കാലത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മലപ്പുറത്തു നിന്നാണ്. മലപ്പുറത്തുള്ളവരൊക്കെ വളരെ സ്നേഹമുള്ളവരാണ്. ഇവനൊക്കെ അവിടെ ജനിച്ചു പോയെന്നാണ് ആ നാടിൻ്റെ ശാപം, അല്ലാതെ വേറൊന്നുമല്ല. ഇവനൊക്കെ അവിടെ ജനിച്ചു പോയതാണ് ആ നാട്ടിൻ്റെ ശാപം. മനസ്സിലായ? അല്ല വേറൊന്നുമല്ല. വിളിക്കണമല്ലോ, ഇല്ലെങ്കിൽ ഇവൻ വിളിക്കണേണല്ലോ. വിളിക്കുമോനെ നീ. പറ വേറെന്താ? റാംബോ, നീ നിന്റെ മാന്യത കാണിച്ചു, അല്ലാതെ എന്താ ചെയ്യേണ്ടത്? അവൻ എൻ്റെ തള്ളക്ക് വിളിക്കുമ്പോൾ ഞാൻ അവൻ്റെ തള്ളക്ക് വിളിക്കണോ? അവന് അതിനൊന്നും ഒരു വില കാണൂല. എനിക്കിതിനൊക്കെ നല്ല വില അറിയാമെന്നുള്ള ഒരുത്തനാണ്. മനസ്സിലായ? എനിക്ക് എൻ്റെ തള്ളയ്ക്കും തന്തയ്ക്കൊക്കെ അതിൻ്റെ വില അറിഞ്ഞു വളർന്നവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ തള്ളക്ക് വിളിക്കാനൊന്നും ഞാൻ വിളിക്കൂല, തിരിച്ചു വിളിക്കൂല. പക്ഷെ തള്ളക്ക് വിളിക്കണവനെ വെറുതെ വിടരുത്. GTA കറ GTA കറ. വെയിറ്റ് ആക്ക്, ഒന്ന് ഇതായിക്കോട്ടെ. വെയിറ്റ് ആക്ക്, GTA കറ. കറ. വെയിറ്റ് ആക്ക്. ടോക്സിക് മൂവി റിയാക്ഷൻ മുത്തേ. ടോക്സിക് മൂവി റിയാക്ഷൻ ഓൾറെഡി ചെയ്തതാ. വേറെ ഒന്നുമില്ലല്ലോ. GTA കറ. വെയിറ്റ് ആക്ക്. കൊട്ടാരത്തിൽ അവൻ വരട്ടെ, തള്ളക്ക് വിളിച്ചതിന് കൊടുക്കാം. റാംബോ കൂള. കറ. GTA കറ. വെയിറ്റ് ആക്ക്. ഗ്രീൻ സ്ക്രീൻ ഇട്ട്